നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. ഞാൻ രാവിലെ ഇത്തിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റ്. ഗ്യാസ് ഇല്ലാത്ത കാരണം അധികം വലിയ പണികളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് നിരീക്ഷിച്ചൊക്കെ കഴിഞ്ഞ് പല്ല് തേക്കാൻ വേണ്ടി പോന്നു. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒതുക്കാനും പിടിക്കാനും ഉണ്ടായിരുന്നു. ഇന്നലെ അവർ കളറിങ്ങൊക്കെ കഴിഞ്ഞ് ആകെ അലമ്പാക്കിയിട്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവർ ക്രയോൺസും കാര്യങ്ങളും അതൊക്കെ ഒതുക്കി വെച്ച് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ള് പാട്ടുമായ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ FM വയ്ക്കും. പിന്നെ അതിലത്തെ കുറേ പരിപാടികളും കാര്യങ്ങളും അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. സിദ്ധും കാർത്തുമൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാവണമെങ്കിൽ FM വെക്കേണ്ടി വരും. അവരുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒതുക്കി അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇത്തിരി സമയമുള്ള കാരണം തലയൊക്കെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ചു. ഞാൻ ആഴ്ചയിലാകെ 2-3 ദിവസം ആണ് തല കുളിക്കാറുള്ളൂ. ഇപ്പോൾ ഈ ചൂടായ കാരണം തീരെ പറ്റണില്ല. പിന്നെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അഗാരോൻ്റെ സ്റ്റീമർ ഉണ്ടല്ലോ, അപ്പം നൂലപ്പം തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഗ്യാസ് തീർന്ന കാരണം എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു പിടുത്തവും ഉണ്ടായില്ല. ഇൻഡക്ഷനിലാണെങ്കിൽ ചെയ്യാൻ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ നൂലപ്പത്തിൻ്റെ അതൊക്കെ കുഴച്ച് വെച്ചു. അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ച് ആ നേരത്ത് ഇങ്ങനെ ആലോചിക്കുക എന്തായിരിക്കും ഉച്ചയ്ക്ക് എന്തെങ്കിലും വെക്കണ്ടേ, ഉച്ചയ്ക്ക് എന്ത് വെക്കും എന്ന് ആലോചിച്ച് നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ആയല്ലോ, അപ്പോൾ പിന്നെ പണിയൊന്നും നോക്കണ്ടല്ലോ എന്ന് വെച്ച് ചിക്കൻ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് നേരം ഉണ്ടെങ്കിൽ ഞാൻ കാലത്ത് ഇവരുടെ ഡ്രസ്സൊക്കെ ആദ്യം തേച്ച് വെക്കും, അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇട്ട് തേച്ച് വെക്കും. അപ്പോൾ പിന്നെ അവരെ കുളി കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ഇന്നറും കാര്യങ്ങളും എല്ലാതും എടുത്ത് വെക്കും. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അലമ്പാ. രണ്ടുപേരും ഇതെൻ്റെ ഇത് നിൻ്റെ എന്ന് പറഞ്ഞിങ്ങനെ തല്ലുണ്ടാക്കാൻ നിൽക്കും. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോകുക. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറി അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണം ഈ അഗാരോൻ്റെ ഈ ഒരു സ്റ്റീമറാണ്. ഇത് ആമസോണിൽ നിന്ന് അങ്ങോട്ടാണ് വാങ്ങിച്ചത്. ഇതാദ്യം ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഇതെനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ നൂലപ്പവും കൊഴുക്കട്ട പഴം പുഴുങ്ങൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെയാണ് ചെയ്യണം. മുട്ടയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അങ്ങനെ പിന്നെ ഫസ്റ്റത്തെ നൂലപ്പം ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് 8 മണിയൊക്കെ ആയി. 8 മണി 8:15 കൂടി ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ പിന്നെ അവരെ എണീപ്പിക്കാൻ പോയി. അങ്ങനെ അവർ എഴുന്നേറ്റ് പല്ലൊക്കെ അവർ തന്നെ തേച്ചോളും. അപ്പോൾ അവരെ പല്ലേക്കാൻ വിട്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറിയ നൂലപ്പം നമ്മുടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ 2 ട്രിപ്പും കൂടി നൂലപ്പം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. മൂത്താളെന്തോ തല്ലുകൂടിയിരിക്കുകയാണ്, അത് കാരണം അവൻ വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ചെറുതിനെ റെഡിയാക്കി. ചില നേരത്ത് ചെറുതിൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒരൊറ്റ അടി അല്ല ഒരു ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊടുക്കാൻ തോന്നും. അങ്ങനെ ഞാൻ അവരെ സ്കൂളിലേക്കൊക്കെ കൊണ്ടാക്കി വന്നു. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് പോന്നു. ചിക്കൻ കറി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എന്നും ബിരിയാണി വെക്കൽ ഒരു പതിവ്. അപ്പോൾ എനിക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മന്തിയുടെ അരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്തി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ കഴുകിയെടുത്തു. പിന്നെ മന്തിക്കുള്ള പ്രിപ്പറേഷനാണ്. മന്തിയുടെ മസാലയ്ക്കുള്ള സാധനങ്ങളും ചിക്കനിലേക്കുള്ള പരട്ടാനുള്ള സാധനങ്ങളും എല്ലാതും കൂടി ഒരുമിച്ച് റെഡിയാക്കി. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണ്. നമുക്ക് കുക്കറിൽ എല്ലാതും കൂടി കുക്കറിലിട്ടിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ യൂട്യൂബിലിട്ടുണ്ട്, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നമ്മൾ മന്തിയുടെ വീഡിയോയും നമ്മൾ യൂട്യൂബിലിട്ടിട്ടുണ്ട്, വേണ്ടവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ മന്തി റെഡിയാക്കാനുള്ള അരിയൊക്കെ ഇട്ട് അത് ഇൻഡക്ഷന്മേൽ വെച്ചു. പിന്നെ ഇനി ചിക്കൻ്റെ പണികളിലേക്ക് കിടക്കാം. ചിക്കനിലേക്കുള്ള മസാല പുരട്ടി വയ്ക്കാം. മസാല പുരട്ടാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മസാല പുരട്ടി മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി പിന്നെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ച് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത്തിരി ഗ്രേവി ടൈപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ്. മന്തി സൂപ്പറായിട്ട് നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോഴേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ ഇൻഡക്ഷൻ ആയ കാരണം പണികളൊന്നും വേഗം നടക്കണില്ല. ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് വെച്ച് വരുമ്പോഴേക്ക് ഏകദേശം ഉച്ചയാവും. അപ്പോൾ അതേ നമ്മുടെ മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്തി ഒന്ന് കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി. അധികം മസാലയൊന്നുമില്ല. മസാലയുടെ കുത്ത് അങ്ങനെ ഫ്ലേവർ അങ്ങനെ അധികം ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.